ഇവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 വർഷം മേയറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ആ സമയത്തടക്കം ഈ കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്തടക്കം നിരവധി മുന്നേറ്റങ്ങൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ചുമതല നമ്മുടെ LDF ഏൽപ്പിച്ചത്. വളരെ ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടി നഗരം ഭരിക്കേണ്ട എന്ന് BJPയും കോൺഗ്രസും കൂടി തീരുമാനിച്ച് നഗരസഭാ കൗൺസിൽ കൂടാൻ അനുവദിക്കില്ല. വ്യാജമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 500 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെ പദ്ധതി, ഒരു വർഷത്തെ പദ്ധതി പണം പോലും അത്ര വരില്ലല്ലോ. അപ്പോൾ എന്തും അങ്ങ് ആക്ഷേപിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം. അല്ലാത്ത പക്ഷം ആരോപണം ഉന്നയിക്കാതിരിക്കുക. ഓഡിറ്റ് റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഏത് ഭരണസമിതി ഭരിച്ചാലും ഓഡിറ്റ് റിപ്പോർട്ടും പരാമർശങ്ങളും ഉണ്ടാകും. അത് കൃത്യമായ രേഖകൾ ഹാജരാക്കി ആ ഓഡിറ്റ് പരാമർശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ജനങ്ങൾ സംതൃപ്തരാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നാക്കം പോയിട്ടില്ല.